ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. അറൗണ്ട് എനിക്ക് തോന്നുന്നൊരു 3-4 ആയി കാണും. അപ്പം ഈ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. കാരണം നമ്മൾ തായ്ലാൻഡ് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ തായ്ലാൻഡ് പോകുന്ന ഒരു വീഡിയോ ആണ്. ഇന്ന് ഫ്ലൈറ്റിലേക്ക് കയറും. എൻ്റെ ഫസ്റ്റ് ഫ്ലൈ ആണ്. അപ്പം അവിടെ പോണ വിശേഷങ്ങൾ നമ്മൾ തായ്ലാൻഡ് എത്തണ വരെ വീഡിയോ ഉണ്ടാവും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങാറപ്പം ഇനി ഒന്നും കൂടി ഷൂട്ട് ചെയ്യാം. അപ്പം ബൈ, നമുക്ക് അവിടെ വെച്ച് കാണാം. അവിടെ തായ്ലാൻഡിൽ കാണാം. നമ്മൾ അറൗണ്ട് 7 ദിവസത്തെ ട്രിപ്പാണ് പോകുന്നത്. അപ്പോൾ 7 ദിവസം ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ നോക്കാം. പിന്നെ എൻ്റെ ഹെയർ കളറും എങ്ങനെയാണെന്ന് പറയും. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ സിംഗപ്പൂർ എയർപോർട്ട്, കേരളത്തിലോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്ത കാണാം. നമ്മളിവിടെ എയർപോർട്ടിൽ പോകുന്ന ഒരു ഹോട്ടൽ വന്നിട്ടുണ്ടാണ്, റൂം. അപ്പോൾ നമ്മുടെ ഇഷ്യൂ അവരെല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കാണിച്ചിട്ട് പിന്നെ ഇതെൻ്റെ അനിയത്തിയാണ് ഗൈസ്. റൂം കാണിച്ചത് number 1. നേരെ എയർപോർട്ടിൽ പോകും. അവിടെ എത്തിയിട്ട് കാണാം. ബൈസ് ബൈ. നമ്മളിവിടെ മറ്റേ ഇവിടെ വന്നിട്ടുണ്ട്, ഉള്ളിച്ച് കയറിയിട്ടുണ്ട്. കാണിച്ചിട്ട് അപ്പോൾ നമ്മൾ എയർ ഏഷ്യയുടെ ചെക്കിങ്ങിലാണ്. അപ്പോൾ ഞാൻ എത്തിയിട്ടാണ്. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. യാത്ര ചെയ്യുന്നു. സീ നമ്പർ 20 മുതൽ 20 വരെയുള്ള യാത്രക്കാർ പ്രത്യേക പ്രവേശിക്കുന്നു. Guys, all cameraman Adi. ഇത് ക്യാമറമാൻ അതിനൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട കിഷു. എടാ, അപ്പം നീ ഇത് നിന്റെ എത്രാമത്തെ ഫ്ലൈയാ? എനിക്കറിയില്ല, എണ്ണീറ്റൊന്നുമില്ല. അപ്പം നീ അവസാനമായിട്ട് പോയി ഫ്ലൈ ചെയ്താ പറ. എമിറേറ്റ്സിൻ്റെ ഇത് എക്കോണമി അല്ലേ? അങ്ങനെയല്ല, എവിടെ പോയതാ? സൗദി ടു ഇന്ത്യ. ഗൈസ്, ഇതെൻ്റെ ഫസ്റ്റ് ഫ്ലൈ ആട്ടോ. നല്ല എക്സൈറ്റഡ് ആണ്. അപ്പം നമുക്ക് അവിടെ കയറാറപ്പം ഞാൻ കാണാം. ഗൈസ് ബൈ. ഗൈസ്, അങ്ങനെ ഫ്ലൈറ്റ് ഉണ്ടോ? അതാണ് നമ്മൾ അല്ലല്ലേ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നതന്നെ. അത് തന്നെ, നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിക്കുന്നേ ഉള്ളൂ. അവിടെ ഇവിടെ ഹെയർ സ്റ്റൈലൊക്കെ ഉണ്ടോ? പിന്നെ ഗൈസ്, ഞാൻ കളറടിച്ചു എങ്ങനെയാണെന്ന് പറയൂ. കമൻറ്റിൽ 10ൽ എത്ര ഉള്ളൂന്ന് പറയും. എന്നെ കാണാല്ലേ അവിടെ വെച്ച് കാണാല്ലേ? യെസ് ബൈ. ബും ബുമ്മടി ബും. ഗൈസ്, ഇതുവരെ ആരും ചെയ്യാത്തൊരു കണ്ടന്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വെള്ളം കുടിക്കാൻ പോകുന്ന എയർപോർട്ടിൽ. വാ
വെള്ളം കുടിക്കാൻ അവിടെ എത്തിയിട്ട് കാണാം. കട്ട് ചെയ്തോ ചെയ്യാം. ആദ്യമൊക്കെ ചെറുതായിട്ട് പിരിയൊക്കെ ഇളവിന്നാണ് തോന്നുന്നത് കേട്ടോ. തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഇത്തിരി വെള്ളമൊക്കെ കുടിക്കട്ടെ. ഒരു ചില്ലാവണം, ചില്ല അല്ലേ? നമുക്ക് പ്ലീസ് നമുക്ക് 11 മണിക്കുള്ള 11:50 ഫ്ലൈറ്റാണ്. അപ്പം നമ്മൾ വെള്ളം കുടിക്കാനപ്പോൾ കാണിച്ചു തരാം. വലിയടാ ഗൈസ്, എനിക്കിവിടെ ഞാൻ പ്രസ് ചെയ്യും. മതി 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 മതി. ഒന്നുകൂടെ വെരി പ്യുവർ വാട്ടർ, വെരി വെരി പ്യുവർ വാട്ടർ. ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഗായ്സ് ഹോട്ട് വീൽസിൻ്റെ പല പല കളക്ഷൻസ് ഉണ്ട്. എന്തായാലും കയറിയാൽ ഇവിടെ ഭയങ്കര എക്സ്പെൻസ് ആയതുകൊണ്ട് ഒന്നും വാങ്ങിക്കാനും പറ്റത്തില്ല. പിന്നെ ഗൈസ് നമ്മൾ വെള്ളം വെച്ചാൽ ഇവിടെ ഒരു വെള്ളത്തിന് 130 രൂപ തോന്നി. ഇതിനെക്കാട്ടി ഭേദം ചിലപ്പോൾ അതിലും കൂടുതലാവും, നമുക്ക് പറയാൻ പറ്റൂല. അതിനനുസരിച്ചിരിക്കും. ഇതിനെക്കാട്ടി ഈ PVR എനിക്ക് തോന്നി. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ് പല പല ഫിഷുകൾ, നല്ല രസമുണ്ടല്ലേ കാണാൻ? അല്ലേടാ, കാണാനില്ലേ? നല്ല രസമില്ലേ? ഇതേ കുഞ്ഞ് ഫിഷുകളുണ്ട്, വലുത്. ഗൈസ് ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഇതുണ്ടോ കല്ല് കഴിക്കണ? അത് സക്കറാടാ, അത് ഈ അഴുക്ക് കഴിക്കുന്നു. ഇത് ഇതിന്റെ കല്ലിന്റെ ഇടയൊന്നും. ഓ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലേ? ചെറിയ നല്ല രസമുണ്ട്. ഇതേപോലത്തെ വീട്ടിലൊന്നും ചെയ്യണം. എവിടെ അല്ല റിഫ്ലക്ഷൻ അടിച്ച. ഗായ്സ് നമ്മളെ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നറിയില്ല, പക്ഷെ ഇതിന്റെ കളർ നിങ്ങൾക്കൊരു ബ്ലൂയിഷ് കളർ, ഫുൾ ബ്ലൂ ആയിട്ടുള്ള. ഇതിന്റെ ഇടയിലൊക്കെ ഒരാളുണ്ട് കേട്ടോ, നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല നമ്മള്. അല്ലേ അല്ലേടാ? അത് നല്ല രസമില്ല കാണാൻ. വെരി വെരി ഗുഡ്. ഇതേപോലെ വീട്ടിൽ വന്നിട്ടാണ് 100K സബ്സ്ക്രൈബേഴ്സ് എത്തുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യണമായിരിക്കും അല്ലേ? നമ്മൾ പ്രോമിസ് ചെയ്യാം, നമ്മൾ 100K എത്തുമ്പോൾ നമ്മളിതൊക്കെ ചെയ്യും അല്ലേ? സബ്സ്ക്രൈബേഴ്സ്, ലൈക്ക് അല്ല സബ്സ്ക്രൈബേഴ്സ്. ലൈക്കും വേണം. 200K ലൈക്സും 100K സബ് അല്ലേ? മതി, ധാരാളം. എന്നാൽ നമ്മൾ ചെയ്യും. ഗൈസ് അങ്ങനെ ഫ്ലൈറ്റ് കയറിയ സംഭവം കയറുവാണ്. വീടെടുക്കണ്ടോ? എടുക്കും എടുക്കും. കയറാൻ പോവാണ്.
സെക്കൻഡ് ആദ്യം. ഗായ്സ് ആദ്യം പേടിച്ചൊക്കെ ഉറക്കാണ് ഗൈസ്. അതിങ്ങനെ എന്താവുന്നത് സൈലൻസ് ഫോൺ താത്തി പിടിക്കാം. ഇത് എൻ്റെ അനിയത്തിയാണ് ഇവിടെ വികസിച്ചത്. കാരണം ഞാൻ ഇങ്ങനെ എടുക്കും കേട്ടോ. പിന്നെ ഇതാ മൊബൈലിൻ്റെ ക്ലാരിറ്റി ചെറുതായിട്ട് ചേഞ്ച് വന്നതാണ് കാരണം. എൻ്റെ അമ്മയുടെ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നത്. ഇത് എൻ്റെ മൊബൈലാണ്. അപ്പോൾ അമ്മേൻ്റെ മൊബൈലിൽ ക്ലാരിറ്റി കൊണ്ട് ഇത് പഴയ മൊബൈലാണ്. ഉണ്ട് ശ്രദ്ധിച്ചോ, തനിയെ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. അപ്പോൾ മുഖ്യമി ടേക്ക് ഓഫ് അപ്പോൾ എനിക്ക് പേടിയാവുന്നു. എന്തൊക്കെയോ തായ് ലാംഗ്വേജ് പറയുന്നത്. തായ് ലാംഗ്വേജ് എന്താണ് പറയുന്നത്? ആ ലാംഗ്വേജിൽ എന്താണ് പറയുന്നത്? തൈവാനീസാ. തൈവാനീസ്. ഓക്കെ, തൈവാനീസ്. ഓക്കെ, ബെഡ്ഷീറ്റാണ്. ഭയങ്കര സേഫ്റ്റിയാണ്. ഇവർക്ക് ബെൽറ്റ് ഇട്ടാന്ന് ചോദിച്ചാൽ ഞാൻ ഏട്ടാ ബെഡ്ഷീറ്റ് ഈ സാധനം വെച്ചോണ്ട്. നമുക്കേ ഭയങ്കര സേഫ്റ്റിയാണ് കേട്ടോ. എല്ലാവരും നമ്മൾ കെയർ ചെയ്യണൊക്കെ. ഭയങ്കര കെയറിങ് ആണെന്നല്ലോ. Features on this aircraft, we ask for your full attention to the cabin crew in front of you. This is your seatbelt. Towards you, place the mask over your nose and mouth with a headband tightly around your head and breathe normally. สวมหน้ากากให้ตัวเองก่อนแล้วจึงสวมให้ผู้ที่อยู่ภายใต้ความดูแลของท่าน Place your own mask first before assisting others under your care. เสื้อชูชีพอยู่ใต้ที่นั่งของท่าน Your life vest is under your seat. วิธีการใช้ให้สวมเข้าทางศีรษะกับสายรัดด้านข้างให้ All electronic devices are connected to the will be mentioned of small requiring connectivity. Thank you. നോക്കിയോ നോക്കിയോ നോക്കിയോ. ബാക്കില് ഗൊറില്ല. ഗൊറില്ല. Can you up hold the table, please? എന്റെ മറ്റേ സാധനം എടുത്ത് താഴ്ത്തു. ഇനി കൈവിട്, കൈവിട്. എനിക്ക് വലിയ പേടിയില്ല, പക്ഷെ എന്നാലും കാണുമ്പോൾ തന്നെ അവിടെ നേരെ ചാടി ഇങ്ങനെ വിറയ്ക്കുന്നതാണ്.
ഇപ്പം എന്നെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, കാണാൻ പറ്റുന്നില്ലായിരിക്കും. ആക്ച്വലി നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പം ടേക്ക് ഓഫ് ആയിട്ട് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ടേക്ക് ഓഫ് ആവുന്ന ആ സമയം അത് കാണിക്കാൻ പറ്റില്ല, അലൗഡ് ചെയ്തില്ല. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ടേക്ക് ഓഫ് പൊളിയായിരുന്നു. ആദ്യം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് അവന് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഞാൻ കുറേ വട്ടം കയറിയിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇവരെ ഈ എയർ ഏഷ്യ നമ്മൾ കയറിയപ്പോൾ പൊങ്ങിയപ്പോഴുണ്ടല്ലോ അവര് ഫസ്റ്റ് തന്നെ ചരിഞ്ഞ്. അപ്പോൾ ഒരു ഫീൽ കിട്ടിയതൊരു ഇതായിരുന്നു, ഒരു എക്സൈറ്റ്മെന്റ് വന്നിട്ട് ഈ പറ്റുമെങ്കിൽ ഒരു ബാത്റൂം റിവ്യൂ കൂടെ ചെയ്തിട്ട് നമ്മൾ തായ്ലാൻഡ് എത്തുന്ന അവിടെ ഞാൻ അവസാനിപ്പിക്കും. തായ്ലാൻഡിലോട്ട് ലാൻഡ് ചെയ്യാനുള്ള സമയത്ത് നമ്മൾ എടുക്കണമായിരിക്കും വീഡിയോ. ലാൻഡ് ചെയ്യണ വീഡിയോ കാണിക്കും. പറ്റുമെങ്കിൽ നമ്മൾ രാവിലെ തായ്ലൻഡ് സമയത്ത് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ എത്തണം. രാവിലെ അപ്പോൾ എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു 8 മണിയാണ് 9 മണിയാകുമ്പോൾ നമ്മൾ ടൈഗർ പാർക്കിൽ പോകും. അവിടെ പോവില്ലേ? ടൈഗർ പാർക്കിൽ പോകും. നമ്മൾ ഉറങ്ങാൻ സമയമില്ല, വേണമെങ്കിൽ പ്ലെയിനിൽ ഇരുന്ന് ഉറങ്ങണം. അത്ര ചിലപ്പോഴേ പോകുള്ളൂ, എനിക്കറിയത്തില്ല. അല്ല പോണുണ്ട്. നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ടൈഗർ സൂ, അവിടെ ടൈഗർ പാർക്ക്. അപ്പോൾ ഇനി കാണും. നമ്മളിപ്പം തായ്ലാൻഡിൽ ഇറങ്ങി ബസ്സിൽ കയറി. ഇവിടെ എയർപോർട്ടിലുള്ള ബസ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളപ്പോൾ തായ്ലാൻഡ് എത്തി. ഈ ഇമിഗ്രേഷനിൽ കൂടെ നമുക്ക് പോകണം. ആദ്യം എനിക്ക് ബാഗ് എടുക്കാം. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ കാണിച്ചു കൊടുത്താൽ മനസ്സിലായില്ല. വളരെ ചുരുക്കം ആൾക്കാർ ഇപ്പോൾ ഈ സമയത്തുള്ളൂ. നമ്മൾ 5:34 ഇവിടുത്തെ ടൈമിൽ 5:34. ഇപ്പം നാട്ടിലിപ്പം 4:07. നമ്മൾ ഇമിഗ്രേഷൻ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ എന്തായാലും ആയിരിക്കും അടുത്ത്. അപ്പം ബൈ. പിന്നെ ഇല്ലേ, പ്ലെയിനിൽ ഇരിക്കപ്പം ഇവൻ പറഞ്ഞ് ഇവന് വിശപ്പിന് നല്ല മാക്കൻ ചീസൊക്കെ ഉണ്ടായിരുന്നു. നല്ല മാക്കൻ ചീസൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഇവൻ്റെ കൈ അടിച്ചു കളിക്കാൻ പോയി. പെട്ടെന്ന് നോക്ക്. ബൈ, നാളെ കാണാം.